ഒരു വയലിനുമായിട്ടൊരു മിടുക്കിയെ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. വയലിനാണോ പങ്കെടുത്തത്? അതെ. മത്സരം കഴിഞ്ഞോ? ഇല്ല, 7-ാം തീയതിയാണ് മത്സരം വരുന്നത്. ഓക്കെ. അപ്പോ എത്ര നാളെ വയലിൻ പഠിക്കുന്നു? ഞാൻ 5 കൊല്ലമായിട്ട് വയലിൻ പഠിക്കുന്നു. പേര് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് ദീപ്ത. ദീപ്ത ഏത് സ്കൂളില്? കോഴിക്കോട് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പൊ എങ്ങനെയാ ഞങ്ങൾക്ക് വേണ്ടിട്ട് ന്യൂസ് 18 വേണ്ടിട്ട് ന്യൂസ് 18 പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ചെറിയ പീസ്? ഓക്കെ, ഞാനൊരു പാട്ട് വായിക്കാം. ഓക്കെ, പാട്ട് വായിക്കും. ഏതാന്ന് പറയാമോ? മലയാളത്തിലുള്ള മലർക്കൊടി പോലെ. ഓ, അടിപൊളി, ചെയ്യാം. സൂപ്പർ. ഒരു കാര്യം പറയട്ടെ, ഈ ദിയയുടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ദിയ വയലിൻ കയ്യിൽ നോക്കിയപ്പോ ഡാൻസിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇന്ന് തിരുവാതിരയില് മത്സരിക്കാനുണ്ട്. ദീപ്തയുടെ കയ്യില് മൈലാഞ്ചി കിട്ടപ്പോ ഞാൻ വിചാരിച്ചു വയലിൻ ചെയ്യുന്ന ആൾക്ക് എന്തിനാ മൈലാഞ്ചി ആണ് ചോദിച്ചത്. ഓക്കെ, പാട്ട് പാടും? സാധാരണ വയലിൻ വായിക്കുന്ന കുട്ടികളൊക്കെ പാട്ട് പാടാൻ ശ്രമിക്കാറുണ്ടല്ലോ. ഇല്ല, ശരി. അപ്പൊ ദീപ്ത, തിരുവാതിര ഇന്നുണ്ടോ? ഇന്ന് തിരുവാതിര, 7-ാം തീയതി വയലിനും വൃന്ദവാദ്യവും. ഓ, വൃന്ദവാദ്യത്തിലുമുണ്ട്. അപ്പൊ 3 മത്സരം. അതെ അതെ. അപ്പൊ തിരുവാതിര എപ്പോഴാ തുടങ്ങുന്നില്ല? തിരുവാതിര ഇന്ന് ഉച്ചയ്ക്ക്. അപ്പൊ നിങ്ങളുടെ ടീം എവിടെ? ഞങ്ങളൊക്കെ അവിടെ മേക്കപ്പ് ഇടാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് റെഡി ആണ്. അപ്പൊ ദീപ്ത ഇങ്ങനെ ഓടാൻ നിൽക്കുക. നമ്മളോട് ഇങ്ങനെ വിളിച്ചപ്പോ തന്നെ പെട്ടെന്ന് പോയിടേ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ നമുക്ക് കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ